നമുക്ക് BH രജിസ്ട്രേഷൻ വെച്ചിട്ട് ഇന്ത്യയിൽ ഏതൊരു സ്റ്റേറ്റിലും കറങ്ങി നടക്കാം. പോലീസിനെ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിന്റെ ഓണറിന്റെ തന്നെ ചോദിക്കാം ഇത് എങ്ങനെയാണ് എടുത്തതെന്ന്. ആൻഡ് ഈ ഒരു ഇതെങ്ങനെയാണ് എടുത്തത് ഈ BH രജിസ്ട്രേഷൻ? അപ്പോൾ ഇതിന്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റിലും പോലീസിനെ പേടിക്കാതെ നമുക്ക് കറങ്ങി നടക്കാം അല്ലേ? കറക്റ്റ്, ഒരു പേടിയും വേണ്ട, സുഖമായിട്ട് എവിടെയും പോവാം, പോലീസ് എവിടെയും സ്റ്റോപ്പും ചെയ്യില്ല. ഇപ്പം നമ്മൾ കേരളയും തമിഴ്നാട് പോകുമ്പോഴും അല്ലെങ്കിൽ വേറെ ഏത് സ്റ്റേറ്റിൽ പോകുമ്പോഴും പോലീസിന് ഇത് ചോദിക്കും നിങ്ങൾ എന്തിനാ അങ്ങോട്ട് വന്ന്. ഇതാകുമ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും ഇല്ല. ഇത് എടുക്കണം എന്ന് പറയുമ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനി അറ്റ്ലീസ്റ്റ് 4 സ്റ്റേറ്റിൽ അവരുടെ GST രജിസ്ട്രേഷൻ വേണം. അത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നോർമലി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കമ്പനീനെ നമുക്ക് ഫോം 60 തരുമല്ലോ, അത് അവിടെ സബ്മിറ്റ് ചെയ്താൽ മതി. എന്നിട്ട് എല്ലാ വർഷവും ഇതിന്റെ റിന്യൂവൽ പ്രോസസ് ഉണ്ട്. ആൻഡ് ഇത് എത്ര ഇയേഴ്സിൽ റിന്യൂ ചെയ്യണം? എല്ലാ 2 വർഷം റിന്യൂ ചെയ്യണം. സെയിം കമ്പനിയാണെന്ന് വെച്ചാൽ അതേ കമ്പനീൻ്റെ എടുക്കാം. അഥവാ നമ്മൾ വേറൊരു കമ്പനി പോയി 4 സ്റ്റേറ്റിൽ GST രജിസ്ട്രേഷൻ ഇല്ലാത്തടത്ത് അവിടെ മാറ്റിയിട്ട് നമുക്ക് സാധാരണ സ്റ്റേറ്റ് രജിസ്ട്രേഷൻ ആക്കാം. സെയിം 4 സ്റ്റേറ്റിനെക്കാട്ടും അവർ GST രജിസ്ട്രേഷൻ ഉണ്ടെച്ചാൽ പിന്നെയും ഇത് റിന്യൂ ചെയ്ത് കിട്ടും. ഇത് നോർമലി നമ്മൾ രജിസ്ട്രേഷൻ എടുക്കുന്ന ആ കോസ്റ്റേ വരുന്നുള്ളൂ, കുറവാണ് വരുന്നത്. ചെയ്യുന്ന എമൗണ്ടിനെക്കാളും കമ്മിയായിരിക്കും ഇത് വരുന്നത് അല്ലേ? ഇപ്പം അരവിന്ദ് ഇപ്പം പൂനെയാണ്. അതെ, ഞാൻ പൂനെയാണ്. ഞാൻ ഫ്രീക്വന്റ്ലി ട്രാവൽ ചെയ്യുന്ന ഇന്ത്യയിൽ മൊത്തം ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതാണ് ബെസ്റ്റ് സ്യൂട്ടബിൾ തോന്നി. പിന്നെ എൻ്റെ കമ്പനി 4 സ്റ്റേറ്റിലും ഉണ്ട്. പിന്നെ എനിക്ക് ഇതാണ് ഒരു ബെറ്റർ ചോയ്സ് തോന്നി.